ഇനോഗ്രേഷൻ ചടങ്ങിലേക്ക് കടന്നുകൊള്ളാം. ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാനായി മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ കേണൽ രാജീവ് സാറിനെ സ്വാഗതം. ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും SK ഹോസ്പിറ്റലിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ഈ വേൾഡ് ആസ്മ ഡേ നമ്മൾ ബേസിക്കലി ഇത് നടത്തുന്ന ഒരു ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മേക്ക് ഇൻഹെയിൽ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ഫോർ ഓൾ ആൻഡ് മേക്ക് ആസ്മ കെയർ അവൈലബിൾ ഫോർ ഓൾ. ഇതാണ് അവരുടെ സ്ലോഗൻ ഈ കൊല്ലത്തെ. ഇപ്പോൾ വലിയ സിറ്റീസിലോ ഇതുപോലത്തെ ഹോസ്പിറ്റൽസിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോയി കഴിഞ്ഞാലോ അവിടെ പ്രോബബ്ലി ഇറ്റ് മൈറ്റ് നോട്ട് ബി അവൈലബിൾ ഈ ഇൻഹേലേഴ്സ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് കോസ്റ്റാണ്. ആസ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സർവ്വസാധാരണമായ ഒരു രോഗമാണ്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് SK ഹോസ്പിറ്റലിൻ്റെ ഒരു എളിയ ഇനിഷ്യേറ്റീവാണ്. ദാറ്റ് ഈസ് വി വോണ്ട് ടു ഹാവ് എ മെഡിക്കൽ ക്യാമ്പ് ആൻഡ് വാട്ട് വി ആർ ബേസിക്കലി വാട്ട് ഐ ആം റിക്വസ്റ്റിംഗ് ഇസ് നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നമ്മുടെ പ്രഗത്ഭ ഡോക്ടർമാരുടെ അഡ്വൈസ് എടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് മുന്നോട്ട് വരിക. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പാണ്. അതുപോലെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിനെല്ലാം വി ആർ ഗിവിങ് സം കൈൻഡ് ഓഫ് ഒരു റിഡക്ഷൻസ് തരുന്നുണ്ട്. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസവും ജീവിച്ചു പോകാനുള്ള കാര്യം ശ്വാസം. അപ്പോൾ അതിൻ്റെ അഭാവം എങ്ങനെയുണ്ടാവും? അപ്പോൾ ഇത്രയും നന്നായിട്ട് ഓക്സിജനെ നമ്മുടെ ശരീരത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, അതിനു വേണ്ടിയാണ് നമ്മുടെ ശ്വാസകോശങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പരിധിയും ശ്വാസകോശത്തിൻ്റെ എഫിഷ്യൻസിയും പ്രായം കൂടുന്തോടും കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള ശ്വാസവും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ എങ്കിലും ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാരായ ആളുകളെ പോലും അനുഭവപ്പെടുന്ന ഒരു ശ്വാസ തടസ്സമാണ്. ആ സമയത്ത് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതിനെല്ലാം വളരെ ഫലപ്രദമായ ചികിത്സ ഇന്ന് അവൈലബിളാണ്. ആ ചികിത്സ വളരെ ചെറുതാണ്, ചെറിയ കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ശാസ്ത്രീയമായ രീതിയിൽ ലോജിക്കലായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അവരെല്ലാവരും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഡോക്ടേഴ്സ്, പൾമോളജിസ്റ്റ്, അവരെല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ ആസ്മയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അത് പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെ വരുന്നോ, അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, ഈ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി ആൾക്കാർ കഷ്ടപ്പെടുന്ന കാണാൻ വേണ്ടി. അപ്പോൾ ഇന്നിവിടെ SK ഹോസ്പിറ്റൽ സീനിയർ ഡോക്ടേഴ്സ് എല്ലാം നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് മാക്സിമം കാര്യങ്ങൾ ഒരു അവയർനെസ് തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എത്തിയിട്ടുള്ള എല്ലാവരും ഇതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റമീസ് നജീബ്, ഇവിടുത്തെ പൾമോണോളജിസ്റ്റാണ്. ആസ്മ എന്നാൽ നമ്മുടെ ശ്വാസനാളികളിൽ അലർജി അല്ലെങ്കിൽ അലർജി മൂലമല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ട് ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് വരികയും ക്രമേണ അതിൽ ചുരുക്കം, ശ്വാസകോശ ചുരുക്കം അഥവാ ശ്വാസനാളികളിൽ ചുരുക്കം അനുഭവപ്പെടുന്നതിനാണ് ആസ്മ എന്ന് പറയുന്നത്. ഇതൊരു ക്രോണിക് അസുഖമാണ്. പെട്ടെന്നൊരു ദിവസം വന്ന ഉടനെ മാറുന്ന ടൈപ്പ് ഒരു അസുഖമല്ല. യൂഷ്വലി ഇതൊരു ലൈഫ് ലോങ് അസുഖമാണ് ഭൂരിഭാഗം ആളുകൾ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ടും വിട്ടുമാറാത്ത ചുമയായിട്ട് വരാം, അല്ലെങ്കിൽ ശ്വാസം മുട്ട്, അതുപോലെ ശ്വാസം വിടുമ്പോൾ ഉള്ള വീസിങ് സൗണ്ട്, അല്ലെങ്കിൽ രാത്രി നമുക്ക് അനുഭവിക്കുന്ന ചെസ്റ്റ് ടൈറ്റ്നസ് അഥവാ ചെസ്റ്റിലൊരു ഭാരം പോലെ ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ ആസ്മ ദിനം എന്തിനാണ് ആചരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾക്കൊരു 1990s ലേറ്റ് 90s ഒക്കെ വരെ നോക്കുകയാണെങ്കിൽ ആസ്മയുടെ ഒരു മരണനിരക്ക് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ആസ്മ മരണനിരക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആസ്മ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൂടിയിട്ട് ICUവിലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞൊരു കാലയളവിലാണ് നമ്മുടെ ഇൻഹേലർ തെറാപ്പി കൂടുതൽ പ്രചാരം വന്നു തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം
ഒരു വളരെ സിഗ്നിഫിക്കൻ്റ്, വളരെ നല്ല രീതിയിൽ നമുക്ക് ആസ്മ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഭൂരിഭാഗം പേഷ്യൻസിലും. അതുമൂലം ഒരു സീരിയസ് സ്റ്റേജിലേക്ക് പോകുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ആസ്മ ട്രീറ്റ്മെൻറ്റിൽ ഇൻഹേലേഴ്സിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ കൊല്ലത്തെയും നമ്മുടെ തീമായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് മേക്ക് ഇൻഹേലർ മെഡിസിൻസ് ആക്സസബിൾ ടു ഓൾ. അത് സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരുവിധം നമുക്ക് ഈ പറഞ്ഞ ഇൻഹേലർ തെറാപ്പീസ് ഒരുവിധം എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിലെ മറ്റ് റിമോട്ടായിട്ടുള്ള വില്ലേജസ്, ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ PSCs ഒന്നും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. എസ്പെഷ്യലി മറ്റ് ലോകത്തുള്ള മറ്റ് ഈ തേർഡ് വേൾഡ് കൺട്രീസ്, അതായത് ഡെവലപ്പിങ്ങും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും ഇൻഹേലർ തെറാപ്പീസ്, ഈവൻ നമുക്ക് USA ഒക്കെ എടുത്ത് നോക്കിയാണെങ്കിൽ ഇന്ത്യയിൽ കിട്ടുന്ന പോലെ നമുക്ക് പെട്ടെന്ന് പോയി ഇൻഹേലർ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആക്ച്വലി വി ആർ സ്പോയിൽ ഫോർ ചോയ്സസ് ഇൻ ഇന്ത്യ. നമുക്ക് ഒത്തിരി അധികം കോമ്പിനേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിലെ പ്രോബ്ലം, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മെയിൻ പ്രോബ്ലം ഇൻഹേലർ തെറാപ്പി എത്രത്തോളം ആളുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എത്ര അഡ്വൈസ് ചെയ്താലും നമ്മൾ ഇനീഷ്യലി അവർ കുറച്ച് കാലം എടുക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അസുഖത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ ഇൻഹേലർ തെറാപ്പി സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആസ്മ ഒരു ക്രോണിക് അസുഖമാണ്. എന്ന് വെച്ചാൽ ദീർഘകാലം നിൽക്കുന്നു. ഷുഗർ അല്ലെങ്കിൽ BP ഒക്കെ പോലെ തന്നെയുള്ള ഒരു ലൈഫ് ലോങ് ഡിസീസാണ്. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ഭൂരിഭാഗം ആളുകളിലും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. പക്ഷേ വളരെ നല്ല രീതിയിൽ വളരെ ഫലവത്തായി നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമുക്കൊരു നോർമൽ ലൈഫ് റെഗുലറായിട്ട് ഇൻഹേലർ തെറാപ്പി എടുത്താൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ്. സോ BP അല്ലെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ മരുന്നൊക്കെ എടുക്കുന്ന പോലെ തന്നെ റെഗുലറായിട്ട് ഭൂരിഭാഗം പേഷ്യൻസിലും ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ട് ഇൻഹേലർ തെറാപ്പി വേണമെന്നുള്ളതാണ്. ഇൻഹേലർ തെറാപ്പിയുടെ ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് ഡയറക്റ്റ് നമുക്ക് ഒരു ടാർഗറ്റഡ് തെറാപ്പിയാണ്. നമുക്ക് ലങ്സിലാണ് മെയിനായിട്ട് നമുക്ക് എഫക്റ്റ് വേണ്ടത്. അപ്പോൾ ലങ്സിലോട്ട് ഡയറക്റ്റ്ലി മെഡിസിൻസ് എത്തിക്കുക എന്നുള്ളതാണ് ഇൻഹേലർ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എഫക്റ്റ് കൂടുതലും സൈഡ് എഫക്റ്റ് കുറവായിരിക്കും. പ്രോപ്പറായിട്ട് ഇൻഹേലേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. ഇൻഹേലർ തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റിറോയിഡ്സ് ആണ് മെയിനായിട്ട് നമുക്ക് ആസ്മയിൽ ട്രീറ്റ്മെൻറ്റിൽ വേണ്ടി വരുന്നത്. സ്റ്റിറോയിഡ്സിൻ്റെ കൂടെ ഒരു ഭൂരിഭാഗം പേഷ്യൻസിന് നമുക്ക് ബ്രോങ്കോ ഡൈലേറ്റർ, അതായത് ഈ ചുരുങ്ങിയിരിക്കുന്ന ശ്വാസനാളികൾ വികസിക്കാനുള്ള മരുന്നും അതുപോലെ നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് സ്റ്റിറോയിഡിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ രണ്ട് മരുന്നും യൂഷ്വലി ഭൂരിഭാഗം പേഷ്യൻസിലും വേണ്ടി വരുന്നതാണ്. സോ ഇൻഹേലർ തെറാപ്പിയാണ് ഒരു ക്രക്സ് ഓഫ് ആസ്മ മാനേജ്മെൻറ്റ്. അതായത് ആസ്മ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻഹേലർ തെറാപ്പിയാണ്. ഇതിന് പകരമായിട്ട് വരുന്നത് ടാബ്ലറ്റ് ആയിട്ടുള്ള സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ അസ്താലിൻ, ഡെറിഫിലിൻ ഒക്കെ പോലുള്ള ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ ഇതിനൊക്കെ പാർശ്വഫലങ്ങൾ കൂടുതലാണ്. എസ്പെഷ്യലി ഓൾഡ് ഏജ്, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞവരിൽ കാർഡിയാക് സൈഡ് എഫക്ട്സ് ഒക്കെ കൂടുതലാണ്. അതുപോലെ ടാബ്ലറ്റായിട്ട് സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് വളരെയധികം കൂടുതലാണ്. ഇൻഹേൽ തെറാപ്പിയിൽ നമ്മുടെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ നമ്മുടെ ബ്ലഡിലോട്ട് ഈ സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ലോങ് ടേമിൽ മൈൽഡ് സൈഡ് എഫക്ട്സ് വരാമെങ്കിലും ഒരു എന്താ പറയുക, അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഈ സൈഡ് എഫക്ട്സ് വളരെ ചെറുതാണ്. സോ ഒരു ലോക ആസ്മ ദിനത്തോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ട്രീറ്റ്മെൻറ്റ്, അതായത് ഇൻഹേലർ തെറാപ്പി നിങ്ങളുടെ ഡോക്ടർ പറയുന്നതനുസരിച്ച് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ആസ്മ എപ്പോഴും ഒരു വേരിയബിൾ ഡിസീസാണ്. എപ്പോഴും ഒരേപോലെ സിംറ്റം കാണണമെന്നില്ല. അതിൻ്റെ അർത്ഥം ആസ്മ അസുഖം മാറി എന്നുള്ളതല്ല. അത് ഒരു റെമിഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു സബ്സൈഡായിട്ട് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ട്രിഗർ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രിഗർ പല രീതിയിൽ വരാം. ഇൻഫെക്ഷനായിട്ട് വരാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള പൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ സ്ട്രെസ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശ്വാസം മുട്ട് കൂടാം. അപ്പോൾ ആ സമയത്ത് മാത്രമല്ല ഇൻഹേലേഴ്സ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ കൺട്രോളായിരിക്കുമ്പോഴും ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു. ഞങ്ങൾ ആസ് ഡോക്ടേഴ്സ് ഓൾസോ ഞങ്ങൾ കൂടുതലും ഫേസ് ചെയ്യുന്ന, ഈവൻ ഇൻ കേരള എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഒരുപാടുള്ള ഈ സ്റ്റേറ്റിൽ തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, പേഷ്യൻസ് കമ്മിങ് ഇൻ എന്നിട്ട് അവർ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ആസ്മ എന്ന് ഡയഗ്നോസ് ചെയ്ത് ഇൻഹേലേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ദേ വിൽ ആസ്ക് ഫോർ ടാബ്ലറ്റ്സ്. ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ടാബ്ലറ്റ് ഇല്ലേ? സോ ലൈക്ക് ഡോക്ടർ രമേശ് പറഞ്ഞ മാതിരി ടാബ്ലറ്റ്സ് അല്ല ആസ്മയുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഇൻഹേലർ തെറപ്പി
ടാർഗറ്റഡ് തെറപ്പി, അതായത് ലങ്സ് ഇൻഹേലേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അത് ലങ്സിനെ ടാർഗറ്റ് ചെയ്ത് പോകുന്ന ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ ഈ ടാബ്ലറ്റ്സ് മോസ്റ്റ് ഓഫ് ദം എല്ലാം സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് ആയിരിക്കും, വിച്ച് നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊടുക്കുന്നത് പോലെ. ബട്ട് അതിന് അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇൻഹേലേഴ്സ് ആകുമ്പോൾ അതിൻ്റെ സിസ്റ്റമിക് അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ ബ്ലഡിലോട്ട് പോകുന്നതും ബാക്കി ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്നതും അതിൻ്റേതായ സൈഡ് എഫക്ട്സ് വരുന്നതും വിൽ ബി ലെസ് ദാൻ 20%. So main treatment for asthma is always inhalers. And another thing is പേഷ്യൻസ് സിംറ്റംസ് വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും, ആ സമയം മരുന്ന് ഉപയോഗിക്കും, ബുദ്ധിമുട്ട് മാറും, മരുന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ വരുമ്പം ഒരിക്കലും നമുക്ക് ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡിസീസ് നമ്മുടെ അസുഖം റെമിഷനിലേക്ക്, അതായത് പൂർണ്ണമായിട്ട് അതൊരു റിസോൾവ് ആയ ഒരു സിറ്റുവേഷനിലേക്ക് പോകത്തില്ല. കാരണം ഒന്ന് ആസ്മ, ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് എ വേരിയബിൾ ഡിസീസ്. നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, വേരിയസ് ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ആസ്മയുടെ ഓരോ സിംറ്റംസ് വരുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് ചോദിച്ചാൽ തന്നെ ദേ വിൽ ടെൽ യു ലൈക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലും ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും, ചിലപ്പോൾ ഏർലി മോർണിംഗ് ആയിരിക്കും, ബാക്കി സമയം ദേ ആർ ഓക്കെ. അപ്പോൾ ആ സമയം ദേ ആർ നോട്ട് ടേക്കിംഗ് മെഡിക്കേഷൻസ്, ആ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം എടുക്കുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എയർവേ അല്ലെങ്കിൽ നമ്മുടെ ഈ ശ്വാസകോശം ഒരിക്കലും നോർമലൈസ് ആവുകയോ സ്റ്റെബിലൈസ് ആവുകയോ ചെയ്യത്തില്ല. വിൽ കണ്ടിന്യൂ എപ്പോഴും മെഡിസിൻസ് എടുക്കേണ്ട അല്ലെങ്കിൽ മെഡിസിൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും. So stick to the medications that you have been prescribed by your doctors, and most of the time they will tell you other symptoms ഇല്ലെങ്കിലും, like once you have been diagnosed with asthma, symptoms ഇല്ലെങ്കിലും അല്ലെങ്കിൽ പതുക്കെ സിംറ്റംസ് കുറഞ്ഞു വരുന്ന ഒരു രീതിയിൽ പോവുകയാണെങ്കിലും മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പറയും. അത് കുറേ നാൾ ഇങ്ങനെ ഏസിംറ്റമാറ്റിക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ പോകുമ്പോൾ മാത്രമേ നമ്മൾ പയ്യെ ടേപ്പർ ചെയ്ത് ആ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാറുള്ളൂ. സോ ബട്ട് നമ്മൾ പേഷ്യൻസിനെ ഒ പിയിലൊക്കെ കാണുമ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദം, എസ്പെഷ്യലി ദ യങ്ങർ പീപ്പിൾ, അവർ ബുദ്ധിമുട്ടൊക്കെ മാറുമ്പോഴത്തേക്കും മെഡിസിൻസും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. സോ ഈ ഒരു വേൾഡ് ആസ്മ ഡേയിൽ ദ അവയർനെസ് ഇസ് റിഗാർഡിംഗ് ദാറ്റ് stick to your medications and follow the prescriptions and your advice that has been given by your practitioner. Thank you. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ എന്നുള്ളൊരു സംഘടനയാണ് ഈ ആസ്മ ദിനം ആചരിക്കുന്നത്. ജനങ്ങളെ ആസ്മ എന്ന അസുഖത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിനത്തിൻ്റെ ഉദ്ദേശം. നമ്മളെല്ലാവർക്കും അറിയാം, ആസ്മ ഒരു ശ്വാസകോശ രോഗമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ക്രോണിക് ആയിട്ടുള്ള ഡിസീസാണ്. നമ്മുടെ ശ്വാസനാളങ്ങളെയാണ് ഇത് പ്രധാനമായും എഫക്റ്റ് ചെയ്യുന്നത്. ശ്വാസനാളങ്ങളിൽ നീർക്കെട്ടുണ്ടാവുകയും അതുമൂലം ആളുകൾക്ക് ശ്വാസനാള ചുരുക്കം ഉണ്ടാവുകയും അങ്ങനെ ശ്വാസം മുട്ടലും ചുമ അങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ആളുകളിൽ പലർക്കും എന്തൊക്കെയാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ എന്ന് തന്നെ കറക്റ്റായിട്ട് അറിയില്ല. പലരോടും അവരുടെ സിംറ്റംസ് ആസ്മ മൂലമാണെന്ന് പറയുമ്പോൾ അതിനെനിക്ക് ശ്വാസം മുട്ടൽ ഇല്ലല്ലോ ഡോക്ടറെ, ചുമ മാത്രമല്ലേ ഉള്ളൂ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ആദ്യമായി തന്നെ എന്തൊക്കെയാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ എന്ന് പറയാം. വിട്ടുമാറാതെയുള്ള ചുമ, കൂടുതലായും ഡ്രൈ ആയിട്ടുള്ള ഒരു കോഫ് ആയിരിക്കും, രാത്രി സമയങ്ങളിൽ കൂടുക, ഇതോടൊപ്പം അലർജിയുടെ മറ്റ് ലക്ഷണങ്ങൾ കാണുക, ഇങ്ങനെ വിട്ടുമാറാത്ത ചുമ, കൂടെ വരുന്ന കഫക്കെട്ടുകൾ. മിക്ക ആളുകൾക്കും എല്ലാ മാസവും ഒരു കഫക്കെട്ട് വെച്ച് വരും. അവരതിനായി അപ്പോഴത്തേക്ക് ആൻറ്റിബയോട്ടിക് എടുക്കും. ആ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം പിന്നീട് നെക്സ്റ്റ് മന്ത് വീണ്ടും അടുത്ത കഫക്കെട്ട് വരും. ഇങ്ങനെ കൂടെ വരുന്ന റിക്കറൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷനുകളും ആസ്മയുടെ ഒരു രോഗലക്ഷണമാണ്. പിന്നെ നമുക്ക് തോന്നുന്ന ചെസ്റ്റിനകത്ത് തോന്നുന്ന ഒരു ടൈറ്റ്നെസ് പോലെ ഒരു ഫീലിംഗ്, നെഞ്ചിനുള്ളിൽ എന്തോ ഒരു ഭാരം വെച്ചിരിക്കുന്നു. അത് പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗോ ഇത് കൂടുന്നതായിട്ടും ശ്രദ്ധിച്ചേക്കാം. പിന്നെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഒരു വിസിലെടുക്കുന്ന പോലെ, ഒരു വിസിലടിക്കുന്ന ശബ്ദം പോലെ ഉണ്ടാവുക. ഇതൊക്കെയാണ് ആസ്മയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. രോഗനിർണയം നമ്മൾ കറക്റ്റായിട്ട് ഒരു പൾമണോളജിസ്റ്റിനെ കണ്ട് അവർ പറയുന്നതനുസരിച്ച് ടെസ്റ്റിങ് ചെയ്താണ് രോഗനിർണയം. പിന്നീട് ചികിത്സയിലേക്ക് വരുവാണെങ്കിൽ ഈ വേൾഡ് ആസ്മ ഡേയുടെ തീം തന്നെ ഈ ഒരു ചികിത്സയെക്കുറിച്ചാണ് മെയിനായിട്ടും പറയുന്നത്. മേക്ക് ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് ആക്സസിബിൾ ഫോർ ഓൾ, അതായത് എല്ലാവരിലേക്കും ഈ ഒരു ഇൻഹെയിലർ മരുന്നുകൾ എത്തിക്കാനായി ശ്രമിക്കുക എന്ന്. നമ്മളുടെ നാട്ടിൽ പ്രധാനമായും ഈ ഒരു അവൈലബിലിറ്റിയെക്കാളും ഇൻഹെയിലർ മെഡിസിൻസിൻ്റെ അവൈലബിലിറ്റിയെക്കാളും പ്രശ്നമായിട്ടുള്ളത് അതിൻ്റെ ആക്സെപ്റ്റബിലിറ്റിയാണ്. ആളുകളോട് പലപ്പോഴും ഇൻഹെയിലർ മെഡിസിൻസ് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അവർ മടി കാണിക്കുന്നതായിട്ട് കാണാറുണ്ട്. പ്രധാനമായും ഇതിനോട് മടി തോന്നാനുള്ള കാരണം ഇൻഹെയിലർ മെഡിസിനോട് താൻ അടിമപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഇതിനുള്ളിൽ സ്റ്റിറോയിഡ്സ് അല്ലേ ഉള്ളത്, ഈ സ്റ്റിറോയിഡുകൾ എനിക്ക് പ്രശ്നമുണ്ടാക്കുമോ, ഇതൊക്കെയാണ് ആളുകൾ പൊതുവെ ചോദിക്കാറുള്ളത്. ഇൻഹെയിലേഴ്സ് പൊതുവെ രണ്ട് രീതിയിലാണ്
ടൈപ്പാണ് ഉള്ളത്. റിലീവർ മെഡിക്കേഷൻസ് എന്നും കൺട്രോളർ മെഡിക്കേഷൻസ് എന്നും നമ്മൾ പറയും. റിലീവർ മെഡിക്കേഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആസ്മ അറ്റാക്ക് വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്വാസനാളം ചുരുങ്ങിയിരിക്കുകയും ഈ ശ്വാസനാളം വികസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ റിലീവർ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. കൺട്രോളർ മെഡിക്കേഷൻ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ആസ്മ ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അതായത് നമ്മുടെ ശ്വാസനാളത്തിൽ നീർക്കെട്ടുണ്ടാകും. ഈ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഹെയിൽഡ് സ്റ്റിറോയിഡുകളാണ് കൺട്രോളർ മെഡിക്കേഷൻസ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഇൻഹേലേഴ്സ് അവൈലബിൾ ആണ്. എന്നാൽ ആളുകൾ പലരും ഇതിനെ എപ്പോഴും ഒരു റിലീവർ മെഡിക്കേഷനായിട്ട് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അതായത് സിംറ്റം വരുന്ന സമയത്ത് മാത്രം ഇൻഹേലർ ഉപയോഗിക്കും. പിന്നീട് ആ ഒരു ആശ്വാസം വന്നു കഴിയുമ്പോൾ ശരി എൻ്റെ അസുഖം മാറി എന്ന് വിചാരിച്ച് ഇൻഹേലർ നിർത്തും. എന്നാൽ ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടുന്നത്. നിങ്ങളുടെ ഡോക്ടർ പറയുന്നതനുസരിച്ച് ഇത് ഡെയിലി സിംറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇൻഹേലർ ഉപയോഗിക്കുക. അതുവഴി മാത്രമേ നമ്മളുടെ ഈ ഒരു അസുഖം കൺട്രോൾ ആകത്തുള്ളൂ. രണ്ടാമതായിട്ട് അവർ ചോദിക്കാറുള്ളത് ഇതിനകത്ത് സ്റ്റിറോയിഡ് അല്ലേ ഉള്ളതെന്ന്. ഇൻഹേലറിനകത്തുള്ള സ്റ്റിറോയിഡ്സ് എപ്പോഴും ഒരു മൈക്രോ ഡോസസിലാണ് ഉള്ളത്. അത് വളരെ ചെറിയ അളവിലാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇതൊരു ടാർഗറ്റഡ് തെറാപ്പിയാണ്. അതായത് ഡയറക്റ്റ് നമ്മുടെ ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും മാത്രമാണ് ഇതിനുള്ള എഫക്റ്റ് വരുന്നത്. ഇത് ബ്ലഡ് വഴി നമ്മുടെ മറ്റ് അവയവങ്ങളിലോട്ട് പോകുന്നതിൻ്റെ അളവ് വളരെ വളരെ കുറവാണ്. നമ്മൾ കഴിക്കുന്ന ഗുളികകൾക്കുള്ള സൈഡ് എഫക്റ്റ് പോലെ ഇൻഹേലർ മെഡിസിൻസിന് സൈഡ് എഫക്റ്റ് ഇല്ല. ആസ്മ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ പ്രായഭേദമന്യേ ആർക്കും വരാവുന്ന ഒരു അവസ്ഥയാണ്. അത് കുട്ടികളെന്നില്ല, പ്രായമായവരെന്നില്ല. അപ്പം നമുക്ക് നമ്മളുടെ ശ്വാസം അല്ലെങ്കിൽ ഈ ഒരു ആസ്മ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് അധികം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ സെൽഫായിട്ട് എന്തൊക്കെ ചെയ്യണം, അത് എക്സസൈസ് ആണോ, അത് ഇൻഹലേഷൻ ആണോ, അത് മെഡിക്കേഷൻ ആണോ, എന്താണോ അത് പ്രോപ്പർലി നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. എനിക്കൊരു ചെറിയ കർത്തവ്യം കൂടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്നതും നമ്മുടെ അവസരങ്ങളിലെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് നല്ല തിക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന നമ്മുടെ മാനേജ്മെൻറ്റിനാണ് ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വേദി ബ്ലെസ് ചെയ്യാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ ശ്യാം സുന്ദർ, കേണൽ രാജീവ് സർ, നമ്മുടെ ഡോക്ടേഴ്സിനും ബാക്കി ഈ കേൾവിക്കാരായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.